എന്നാലും എൻ്റെ മൈറ്റി ഇങ്ങനെയല്ല. ഇതെൻ്റെ മൈറ്റിയല്ല. ഇങ്ങനൊരവസ്ഥ വരുമെന്ന് ഒരിക്കലും കരുതിയതല്ല. അഫ്ഗാനിസ്ഥാൻ പഞ്ഞിക്കിട്ടു. പക്ഷെ അപ്പോൾ ഇന്ത്യയെ തോൽപ്പിക്കാൻ ഏറ്റവും നല്ലത് നമ്മളാണെന്നാണ് കരുതിയത്. പ്രത്യേകിച്ച് നോക്കൗട്ടിലും സമ്മർദ്ദഘട്ടത്തിലൊക്കെ എൻ്റെ മൈറ്റിയോളം നന്നായി കളിക്കാൻ കെൽപ്പുള്ള മറ്റൊരു ടീമില്ലല്ലോ. സ്റ്റാർക്കൊക്കെ എന്തൊരു കളിയാണ് ഈ പ്രധാന കളികളിലൊക്കെ കളിക്കുക. അതങ്ങ് വിശ്വസിച്ചു. പക്ഷെ ആ ഹിറ്റ്മാൻ എന്ത് പണിയാണ് കാണിച്ചത്. ഒരു ഓവറിൽ 29 അടിക്കുക എന്ന് പറഞ്ഞാൽ, അതും മൈറ്റിയുടെ പ്രധാന താരമായ സ്റ്റാർക്കിനെയൊക്കെ അങ്ങനെ അടിക്കാൻ പാടുണ്ടോ? വല്ലാത്ത പണിയാണ് ചെയ്തത്. അതിനേക്കാൾ വലിയ സങ്കടം ബംഗ്ലാദേശ് ചെയ്തതാണ്. ബംഗ്ലാദേശിനോട് പറഞ്ഞതല്ലേ, നിങ്ങൾ എങ്ങനെയെങ്കിലും അഫ്ഗാനെ തോൽപ്പിച്ചാൽ നിങ്ങളാണ് ലോകത്തെ ഏറ്റവും നല്ല ടീമെന്ന് ഞങ്ങൾ അംഗീകരിച്ചുള്ളതാണ്. അതും വലിയ മാർജിനിലൊന്നും തോൽപ്പിക്കരുത്, ഒരു 10-20 റൺസിന് തോൽപ്പിക്കാൻ പറഞ്ഞിട്ട് ഇതാ തോറ്റു വന്നിരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ പുറത്താവേണ്ട അവസ്ഥ ഉണ്ടായി. ഇത് നിങ്ങൾ തോറ്റിട്ടാണ്, ബംഗ്ലാദേശാണ് കുറ്റക്കാരൻ. നിങ്ങൾ തോറ്റിട്ടാണ് ഞങ്ങൾ പുറത്തായത്. അല്ലെങ്കിൽ എൻ്റെ മൈറ്റി ഇപ്പോൾ സെമി കളിക്കേണ്ട ടീമാണ്. അഫ്ഗാൻ പിന്നെ പറയേണ്ടതില്ല. ആ കഴിഞ്ഞ വേൾഡ് കപ്പിൽ അന്ന് മാക്സ്വെൽ അവർക്കിട്ട് നന്നായിട്ട് കൊട്ടിയതാണ്. അതുപോലൊരു കൊട്ടൽ ഞങ്ങൾ ഈ കളിയിലും പ്രതീക്ഷിച്ചതാണ്. പക്ഷെ അവരങ്ങ് ഒന്നും പറയാനില്ല. അവരങ്ങ് മാക്സിയെയും പറഞ്ഞു വിട്ടു. ആ കളി അങ്ങ് തോൽപ്പിച്ച് കളഞ്ഞു. പക്ഷെ അത് തോറ്റാലും ഇന്ത്യക്കിട്ട് പണി കൊടുക്കാമെന്ന് കരുതിയതല്ലേ. എല്ലാം തെറ്റിച്ചത് അയാൾ ഒറ്റൊരുത്തനാണ്, ആ ഹിറ്റ്മാൻ. അല്ല, അയാളെ പറഞ്ഞിട്ടും കാര്യമില്ല. കഴിഞ്ഞ വേൾഡ് കപ്പിലടക്കം അയാൾക്കിട്ട് നമ്മൾ പണിതാണല്ലോ. അപ്പോൾ തിരിച്ചൊരു പണി തന്നു എന്ന് കരുതിയാൽ മതി. എന്നാൽ ഇതെങ്ങനെ സഹിക്കും? സെമി ഫൈനലിലേക്ക് പോകാൻ വേണ്ടി എല്ലാം റെഡിയാക്കി വെച്ചെടുത്തതെന്ന് ഇനിയിപ്പോൾ പെട്ടിയും കെട്ടി എൻ്റെ മൈറ്റി നാട്ടിലേക്ക് പോകണം. ഏതായാലും എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എൻ്റെ മൈറ്റി ഇങ്ങനെയല്ല. ഇതല്ല എൻ്റെ മൈറ്റി.